ഹായ്, നമുക്കിന്ന് കുറച്ച് മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ക്ലീൻ ചെയ്ത് നമുക്ക് കുറച്ച് കറി വയ്ക്കാം, കുറച്ച് വറുക്കാം. ഇവിടെ മീനൊന്നും ഇല്ല ഇപ്പം. മീനൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല. ഇതെന്ത് മീനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമെന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ ഇടണേ പേര്. ഇത് ഇവിടെ പറയുന്നത് എന്തൊരു ചുണ്ടൻ മുരലോ കൊണ്ടാണ് പറയുന്നത് ഈ മീനിന്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ, ഇതിൻ്റെ പേരെന്താന്ന്. ഓക്കെ, അപ്പം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഈ മീൻ. എനിക്കറിയില്ല, ഞാൻ അറിയാമെന്നുള്ള രീതിയിൽ ചെയ്യുവാണ്. ഓക്കെ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ സൈഡുള്ള ഇതെല്ലാം കളയണം കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ക്ലീൻ ചെയ്യുവാണേ. ഇതിൻ്റെ വരുമ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ നോക്കുക. ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ട ഒരു പച്ച കളറാണ്. അതൊക്കെ ഇങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്കും നല്ല ഇതൊക്കെ മാറും. ഉണ്ടോ, നല്ല ക്ലീൻ ആവുന്നുണ്ട്. ഉണ്ടോ, നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക. കുറേ ദിവസമായി മീൻ കിട്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ മീനൊന്നും കിട്ടാറേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തലയുടെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത്, കത്തി മൂർച്ചയില്ലല്ലോ, അപ്പാ ഇങ്ങനെ വലിച്ചെടുക്കുക. തല അറ്റത്തുനിന്ന് എടുത്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു നീളമാണ് കേട്ടോ മീൻ, ഇത്ര നീളമുണ്ട്. ആവശ്യത്തിന് കറിക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു 5 കഷ്ണം ആക്കാം നമുക്ക്. ഇങ്ങനെ ഇടാം, വാലിങ്ങനെ ഇടുക. ഓക്കെ, അയ്യോ വലിയ മീൻ നോക്കിയേ, എന്നാ വലിപ്പോ. ഇത് കുറച്ചുകൂടെ വലുതാണ് കേട്ടോ. ഇതിൻ്റെ ചുണ്ട് കണ്ടോ ഇരിക്കുന്നത്, നീണ്ട് ഇങ്ങനെ ഇരിക്കുക. വാവ്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇവിടെ എല്ലാം ചിറകൊക്കെയാണ് ഇരിക്കുന്നത്. അയ്യോ, എല്ലാം കട്ട് ചെയ്ത്, ഇവിടെയും കട്ട് ചെയ്ത്, ഇവിടെ കട്ട് ചെയ്യുക. പിന്നെ ഈ സൈഡ് കൊണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത്, കത്രി വെച്ചേ പറ്റുള്ളൂ. നമുക്ക് ഈസിയാണ് കത്രി വെച്ച് കട്ട് ചെയ്യുമ്പോൾ, നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. കത്തിയാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കത്തി വെച്ച് ചെയ്യുന്നവരുണ്ട്. ചിലവർക്ക് കത്രിക എളുപ്പം, ചിലവർക്ക് കത്തി എളുപ്പം. എനിക്ക് കത്രിക വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കൂടുതലാണ്, കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നന്നായിട്ടിങ്ങനെ ഉരച്ച് എടുക്കുക. ചെതമ്പലൊന്നുമില്ല വലുതായിട്ട്, ചെതമ്പലില്ലാത്ത മീനാണ് ഇത്. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടോ, അതിൻ്റെ ഇത് ഇളകുന്നുണ്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ, കത്തി മൂർച്ചയില്ലല്ലോ, അത് ഇങ്ങനെ വലിച്ചെടുക്കണം. ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് വറുക്കാനെടുക്കാം, വലുതല്ലേ. അപ്പം നമ്മൾ മീൻ ഇത്രയും കഴുകിയെടുത്തു കേട്ടോ. ഇത്രയും കുറച്ച് മതി, കുറച്ച് വറുക്കാനെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ഇടാം. ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ടൊമാറ്റോ കട്ട് ചെയ്യാം. ഇന്ന് എഴുന്നേറ്റത് ഒരുപാട് ലേറ്റായിപ്പോയി. 10 മണിയായി എഴുന്നേറ്റപ്പോഴത്തേക്ക്. സാധാരണ 9 മണിക്ക് എഴുന്നേൽക്കുന്ന ഞാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, മക്കളെ ഒന്നും സ്കൂളിൽ അയക്കണ്ടല്ലോ. ഇപ്പോൾ ഇത്തിരി റെസ്റ്റ് കിട്ടുന്നുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ രാവിലെ 5:30-6 മണിക്ക് എഴുന്നേൽക്കണം. അപ്പോൾ അതിന് കുറച്ച് റെസ്റ്റ് കിട്ടി. അവരുടെ സ്കൂൾ പ്രായമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇച്ചിരി കിടന്ന് താമസിച്ച് എഴുന്നേറ്റാലും കുഴപ്പമില്ല. നമുക്ക് മുളക് പൊടി, ഒരു എരിയുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി. ഓക്കെ, ലേശം മല്ലിപ്പൊടി, കുരുമുളക്,
ശേഷം മഞ്ഞൾപ്പൊടി. പുളി പിഴിഞ്ഞ് നമുക്ക് മസാലയിലോട്ട് ഒഴിക്കാം, മീനിലോട്ട്. ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പ്. മീനിലോട്ട് മുളകും മസാലയൊക്കെ ഇട്ട് ഇനി ഇതിൽ തേങ്ങ അരച്ച് ചേർക്കണം. അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ മിക്സിയിലിട്ടൊന്ന് അരച്ച് നമുക്ക് ചേർക്കാം. ഓക്കെ, ഇതൊന്ന് വേകട്ടെ. നമുക്കിനി ഇത് മീൻ ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. ഓക്കെ, മുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ലേശം ഉപ്പ് നോക്കിയിട്ടിടാം. അപ്പോൾ ഇച്ചിരി ഇട്ടേക്കാം. നമുക്കെന്നിട്ട് ഈ പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, അത് ഇത്തിരി ലേശം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത്തിരി നല്ല ടേസ്റ്റായിരിക്കും വറുത്ത മീൻ കഴിക്കാനായിട്ടേ. പുളിയും ഉപ്പും എരിവും ഒക്കെ പാകത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാരങ്ങ വേണമെങ്കിലും പിഴിയാൻ, എൻ്റെ കയ്യിൽ നാരങ്ങയില്ല. അപ്പോൾ നമുക്ക് ഒരു ലേശം പുളി പിഴിഞ്ഞ് ഇതൊന്ന് ഇത്തിരി ഒഴിക്കണ്ട, ഒരു ലേശം മതി. ഉപ്പുണ്ടോ നോക്കട്ടെ. ഒരു ലേശം കൂടെ വേണം. പാകമായിരിക്കും. ഓക്കെ, പാകം. മീനിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാവേ. നല്ലതുപോലെ മസാല പിടിക്കണം. നന്നായിട്ട് നല്ല ഇളക്കി എല്ലായിടത്തും ഒന്ന് ചേരുന്ന രീതിയിൽ നന്നായിട്ട് എടുക്കാം. ഓക്കെ, വേണ്ട മസാല പുരട്ടി വെച്ച് ഇതിന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരട്ടെ കേട്ടോ. കുറച്ച് നേരം ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്ക് മുളകും ഉപ്പും എരിവൊക്കെ പിടിക്കും. ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണമല്ലോ. തേങ്ങ ഒന്ന് അരച്ച് ശകലം എടുക്കാം. ഈ ശകലം ഉള്ളി വേണം, ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് സവാള ഇച്ചിരി എടുക്കാൻ വെച്ചു. പകുതി സവാള മതി. തേങ്ങ ചുരണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചുരണ്ടാൻ വയ്യ. ഞാനല്ല ചുരണ്ടുന്ന, മോനാണ് ചുരണ്ടി തരുന്നത്. എനിക്ക് താഴെ ഇരുന്ന് ചുരണ്ടാൻ പറ്റില്ല. പറ്റും, മുമ്പൊക്കെ ചുരണ്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കാലിന് ഭയങ്കര വേദന. അപ്പം താഴെ ഇരുന്നിട്ട് എഴുന്നേറ്റ് ചുരണ്ടാൻ പറ്റില്ല, എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മോനാണ് ഇപ്പം കുറേ നാൾ കൊണ്ട് ചുരണ്ടി തരുന്നത്. അതിനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ.
മക്കളും കൂടെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ വീടൊക്കെ തൂത്ത് തുടയ്ക്കുന്ന മോനാട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റും, ചേറിയിരുന്നിങ്ങനെ ചെയ്യാൻ പറ്റും. മുളകൊന്നും വേണ്ടല്ലോ, ഇട്ടല്ലോ ഞാൻ മുളക്. അപ്പം വെറും തേങ്ങയും ഉള്ളിയും കൂടെ നമുക്ക് അരച്ച് എടുക്കാം. ഓക്കെ, അരച്ചിട്ട് വെക്കേ. അല്ലേ, ഇത് നമുക്ക് തിളച്ച് പകുതി വേവാകുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ലേശം ഉലുവപ്പൊടി ഇടാം. എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലേശം മതി. കറിക്ക് നല്ല മണവും സ്വാദുമായിരിക്കും കേട്ടോ. നമുക്കിനി അടുത്തത് ബീട്രൂട്ട് ഇരിപ്പുണ്ട്, അതൊന്ന് തോരൻ വെച്ചെടുക്കാം. പിന്നെ രാവിലത്തേക്ക് ദോശയുടെ മാവുണ്ട്, അത് ഞാൻ രാവിലെ ഒന്നും ഇങ്ങനെ കഴിക്കാറില്ല. രാവിലെ എന്തെങ്കിലും ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി അത് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ വെറും വയറ്റി കുടിക്കും. പിന്നെ സിയാഡുണ്ടല്ലോ, അതും കഴിക്കും. അതുകൊണ്ട് രാവിലെ അങ്ങനെ കാപ്പി അങ്ങനെയൊന്നും കഴിക്കാറില്ല. അങ്ങനെ അവർക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കും ആവശ്യത്തിന്. ഇന്നലെ രാത്രി ഒന്നും ഞാൻ കഴിച്ചില്ല, ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെയാണ് കിടന്നത്. നല്ല വിശക്കുന്നുണ്ട്. അപ്പം നല്ല മീൻ കറിയൊക്കെ ആയിട്ട് ഒരു ദോശ ചൂടോടെ കഴിക്കാമെന്ന് വെച്ചു. ഒരു കാര്യം മറന്നു, കരിയേപ്പില ഇട്ടില്ലല്ലോ. കുറച്ച് കരിയേപ്പില ഇട്ടേക്കാം. കരിയേപ്പില ഇടാൻ മറന്നു. ഞാൻ എപ്പോഴും എല്ലാത്തിനും കരിയേപ്പില എനിക്ക് വേണം, തോനെ വേണം കരിയേപ്പില. ഇന്നിപ്പോൾ ഇല്ല, അതിന് മേടിക്കണം. ഉള്ളത് ഇട്ടേക്കാം. മീൻകറി ഉണ്ടോ? തിളച്ച് വരുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. എല്ലാം ഇരുന്നാൽ ചെയ്യുന്നത്, എഴുന്നേറ്റ് ഒത്തിരി സമയം നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ, ഒത്തിരി സമയം എനിക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു കാലിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെയും പണിയാവും കേട്ടോ. ഒരു കാലിന് 8 സർജറിയാണ് ചെയ്തത്. 8 സർജറി ഒരു കാലിന്, അതായത് ഉപ്പൂറ്റീൻ്റെ അവിടെ എന്നെ എല്ല് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. ഉപ്പൂറ്റിയുടെ എല്ല് കട്ട് ചെയ്ത് മാറ്റി. ഈ എല്ലില്ല, വേറെ ഒരു കാല് ഉണ്ടെന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ, ഒരു ഉപ്പൂറ്റിയേ ഉള്ളൂ. ആ ഒരു ബലത്തിൽ പതുക്കെ ഇങ്ങനെ പിടിച്ച് നടക്കുന്നത്, തന്നെ നടക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യണം. പിന്നെ വീട്ടിലൊക്കെ തന്നെ ചുവര് പിടിച്ച് അത്യാവശ്യം നടക്കും. പിന്നെ ഈ കമ്പ്യൂട്ടർ ചെയർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുക്കിങ്ങൊക്കെ നടക്കുന്നു. ബാത്റൂമിലൊക്കെ ഒന്ന് പോകാൻ പറ്റുന്നു. ആരുടെയും ഹെൽപ്പില്ലാതെ പറ്റിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. എൻ്റെ യേശു എന്നെ കട്ടിലിൽ തന്നെ കിടത്തിയില്ല. 6 വർഷം തളർന്ന് കിടന്നു കട്ടിൽ, എഴുന്നേക്കാൻ മേലാതെ. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, എൻ്റെ യേശുവായ കാരണം കേട്ടോ. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. പക്ഷേ അമ്മ ഇതായപ്പോഴത്തേക്ക് അമ്മ അങ്ങ് പോയി. അമ്മ പോയപ്പോഴാണ് എൻ്റെ എല്ലാം ഒരു വലത് ചിറക് പോയതുപോലെയാണ് എനിക്ക്. കാരണം അമ്മമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പോലെ ആരും വരില്ല ഈ ലോകത്തിൽ. എനിക്കത്രയും അനുഭവമുണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. അമ്മ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. ഇങ്ങനെ ഷൂട്ട് എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാമല്ലോ, നിങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടെ പറയാൻ പറ്റുമല്ലോ, കുറേശ്ശെ പറയാം. ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ യേശുവ എനിക്ക് ചെയ്തു തന്ന ഒത്തിരി മെറുക്കൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കറി തിളയ്ക്കുന്നുണ്ട് കേട്ടോ, തിളച്ച് വരുവാണ്. അരിയിൽ വെള്ളം ഒഴിച്ചില്ലായിരുന്നോ? ഒഴിച്ച്. ഇനി ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. 1 മണിക്ക് എല്ലാം അടുത്തുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ജോലി തീരും കേട്ടോ. ഞാൻ എപ്പോഴും ഫാസ്റ്റാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കും. ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കില്ല, പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കും അങ്ങ്. ഇനി ഇത് കഴിഞ്ഞിട്ട് 2:30 ആകുമ്പോഴത്തേക്ക് 2:30-3 മണിയാകുമ്പോൾ ഷോപ്പിൽ പോകണം. ഒരു ചെറിയ ഷോപ്പുണ്ട്, നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു.
അതുള്ളത് കൊണ്ടാണ് സമയം പോകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടല്ലോ, വീട്ടിൽ ചിലപ്പെങ്കിലും കഴിഞ്ഞ് പോകുമല്ലോ. അതുകൊണ്ട് പിടിച്ച് നിന്ന് പോവുകയാണ് ഷോപ്പ്. അത് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എനിക്ക്. നല്ലൊരു പ്ലാനിങ് ഉണ്ട് ജീവിതത്തിൽ. ആ ഷോപ്പ് നല്ല രീതിയിൽ ആക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. എല്ലാം എൻ്റെ യേശുവ എനിക്ക് തരും. സ്വർഗ്ഗത്തിലിരിക്കുന്ന എൻ്റെ യേശുവ. സമയം പോയി. ചോറ് എന്തോ ആവോ. കുറച്ചും കൂടെ വെള്ളം വേണം. തിളച്ചിട്ട് അടച്ചിട്ടേക്കാം. ദോശ ഉണ്ടാക്കാം നമുക്ക്. ദോശച്ചട്ടി ചൂടാകട്ടെ, എന്നിട്ട് നമുക്ക് ഒഴിക്കാം. ഓക്കെ. കറി തിളയ്ക്കുന്നുണ്ടോ? തിളച്ച് വരുവാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ. നല്ല മിക്സി കഴുകിയിട്ട് ഒഴിക്കാം. തിളക്കട്ടെ. ഇനിയിപ്പം മോൻ ദോശ കഴിക്കാൻ വേണ്ടി വരും. ഇപ്പം അവന് രാവിലെ ഷോപ്പിലിരിക്കുന്നത്. അതിനിപ്പം നാളെ മുതൽ പഠിക്കാൻ പോവുക. ഒരു കോഴ്സ് കൂടെ എന്തോ, അവന് ഡിഗ്രി കഴിഞ്ഞു, ഒരു കോഴ്സ് കൂടെ എന്തോ പഠിക്കണമെന്ന് പറയുക. അപ്പം ഇനിയിപ്പം ദോശ ഇതിങ്ങനെ ആയിപ്പോയി. എൻ്റെ യേശുവ കാരണമാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നേരെ മുകളിലോട്ട് പോയേനെ. മുകളിലോട്ട് പോയിട്ടാണ് വീണ്ടും ഭൂമിയിലോട്ടായി വിട്ടത്. ചെയ്തു തീർക്കാൻ ഇനിയും കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. വലിയൊരു ആക്സിഡൻറ്റാണ് പറ്റിയത്. ദോശയുടെ ഷേപ്പ് മാറിപ്പോയി. സാധാരണ ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ വരുന്നതാണ്. ഇന്ന് എന്നാ പറ്റിയെന്നറിയില്ല. നമുക്ക് കറി ആയിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ നല്ല വെന്ത് നല്ല തിളച്ച് വറ്റിയിട്ടുണ്ട് പാകത്തിന്. നമുക്കിനി ഇതിലോട്ട് ഉപ്പ് നോക്കാവേ. ഉപ്പ് പോരേക്ക് ഇടാമല്ലോ. എല്ലാം പാകമാണ്. ഇടയ്ക്ക് ലേശം ഞാൻ ഉപ്പിട്ടായിരുന്നു. എല്ലാം പാകമായിട്ടുണ്ട്. പുളി, എരിവ് എല്ലാം പാകമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ. ചൂട് ദോശയും മീൻകറിയും അടിപൊളിയായിരിക്കും കേട്ടോ. കുറേ നാളായി രാവിലെ കാപ്പി കഴിച്ചിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഒരു ദോശയും മീൻചാറും കഴിക്കാം. ദോശ ശരിയായി കേട്ടോ. ആദ്യം ഒഴിച്ചപ്പോൾ ഇത്തിരി ഇതായി, അപ്പോൾ കറക്റ്റായി. ദോശമാവ് ഒരു 4-5 ദോശ മതി. ബാക്കി നാളെ ഉണ്ടാക്കാമല്ലോ. ദോശ റെഡിയായി. ഇനി നമുക്ക് മീനിനൊന്ന് കടുവ് പൊട്ടിക്കണം, പിന്നെ തോരൻ വെക്കണം. ജോലി തീർന്നു. ഓക്കെ. ചോറ് ഊറ്റിയില്ല, അത് ലാസ്റ്റ് ഊറ്റിയെടുക്കാം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.
എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ആരുടെയും ഹെൽപ്പില്ലാതെ തന്നെ നടക്കണമെന്ന്. വലിയൊരാഗ്രഹമാണ്. എനിക്ക് ഇസ്രായേലിൽ പോകണം, യേശുവായിൻ്റെ നാട്ടിൽ പോകണം. എനിക്ക് യേശുവ നടന്ന വഴികളിൽ കൂടെയൊക്കെ എനിക്ക് പോകണം. വലിയൊരാഗ്രഹമാണ് എൻ്റെ. അത് എന്തെങ്കിലും എൻ്റെ യേശുവ എനിക്ക് ശരിയാക്കി തരും, ആഗ്രഹം നിറവേറ്റി തരും. പക്ഷെ ഞാൻ വിളിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരുന്നുണ്ട് കേട്ടോ എൻ്റെ യേശുവ. ഇപ്പോൾ ഉടനെ ഇന്നില്ലെങ്കിൽ നാളെ ആയിരുന്നാലും എനിക്കത് ചെയ്തു തരും. ചിലപ്പോൾ ഇന്ന് തന്നെ ചെയ്തു തരും. മനസ്സിലൊന്ന് വിചാരിച്ചാലോ പറഞ്ഞാലോ മതി, നമ്മുടെ യേശുവ അപ്പം തന്നെ കാര്യം, ചെറിയ ചെറിയ ആഗ്രഹമായിരുന്നാലും അത് സാധിച്ചു തരുന്നുണ്ട്. നമ്മുടെ യേശുവ എന്ന് പറഞ്ഞാൽ എന്താ ആള്, നമ്മുടെയൊക്കെ സൃഷ്ടാവല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ യേശുവായിനെ. ആക്സിഡൻ്റായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യേശുവായിട്ട് ഒത്തിരി അടുക്കാൻ ശ്രമിച്ചത്. എൻ്റെ യേശുവായിനെക്കുറിച്ച് എനിക്കൊരുപാട് അറിയാൻ പറ്റി. എനിക്ക് എൻ്റെ ആബ എന്നെ അത്രയ്ക്ക് പരിപാലിക്കുന്നുണ്ട്. അറിയോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഡോക്ടർമാർ പോലും പറഞ്ഞു ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല, അതായത് ഒരു കുടുംബ ജീവിതം പോലും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മെറുക്കളാണ് സംഭവിച്ചത്. എൻ്റെ ആബച്ചി എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറമാണോ നമ്മുടെ ആബച്ചിയുടെ ഒരു ഇത്, അതൊക്കെ മേലെയാണ് നമ്മുടെ യേശുവ എന്ന് പറയാം. എണ്ണ ഒഴിക്കാം, നമുക്ക് കടുക് പൊട്ടിക്കണമല്ലോ. മീൻകറിക്ക് കടുക് പൊട്ടിക്കുകയാണേ. കടുക് ഒഴിക്കാം ചട്ടിയിലോട്ട്. ഓക്കെ, വാ എന്നാ രസമാണ്. അത് ഒഴിക്കുമ്പോൾ എന്തൊരു രസമാണ് അല്ലേ കാണാൻ. ആ തിളച്ച എണ്ണ കടുക് പൊട്ടിച്ച് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, നല്ല ഭംഗിയില്ലേ. ഇനി തോരൻ വെക്കാവേ, ബീട്രൂട്ട് തോരൻ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വന്നേ, എൻ്റെ യേശുവായിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഞാൻ ആബയെന്നാണ് വിളിക്കുന്നത്. അപ്പനെന്ന് വിളിക്കുക, ആബയെന്ന് വിളിക്കുക. ചിലവർക്കത് മനസ്സിലാവില്ല കേട്ടോ. ഞാൻ ആരോട് എന്ത് പറഞ്ഞാലും സംസാരിക്കുമ്പോഴും എൻ്റെ ആബയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ചോദിക്കും എൻ്റെ അപ്പൻ ആരാ എന്ന് ചോദിക്കും. നമ്മൾ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ അപ്പനാണ്, ആ അപ്പനെയാണ് ഞാൻ വിളിക്കുന്നത് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഓ ആ അപ്പനെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. ഷോപ്പിലൊക്കെ വരുന്ന ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, എൻ്റെ അപ്പൻ എനിക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും ഓരോ സമ്മാനങ്ങളും ഞാൻ പറയാറുണ്ട് എല്ലാവരോടും. എത്ര പറഞ്ഞാലും മതി വരില്ല. മരിക്കുന്നത് വരെ ഞാനിങ്ങനെ എൻ്റെ അപ്പനെക്കുറിച്ച് ഞാൻ വർണ്ണിച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്ക് അത്രയ്ക്കാണ് എൻ്റെ അപ്പൻ എന്നെ കാത്തു പരിപാലിച്ച് എന്നെ കൊണ്ടുപോകുന്നു ഓരോ ദിവസവും വഴി നടക്കുന്നത്. എൻ്റെ അപ്പനില്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ വയ്യ. എനിക്ക് ഈ ഭൂമിയിൽ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. അപ്പനെ കഴിഞ്ഞ് എനിക്ക് വേറെ എന്ത് ഈ ഭൂമിയിലുള്ളൂ, വേറെ ആരും ഉള്ളൂ എനിക്ക് കേട്ടോ. നമുക്ക് ബീറ്റ്റൂട്ട് ഇടാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. മീൻചാറും ബീറ്റ്റൂട്ട് തോരനും അച്ചാറും. മീൻ എപ്പോഴും കിട്ടാറില്ല, ഇടയ്ക്കൊക്കെ കിട്ടാറുള്ളൂ. ചില സമയത്ത് ഉണ്ടെങ്കിൽ മേടിക്കും അങ്ങനെ. ഇപ്പോൾ ഇവിടെ മീനൊന്നും കിട്ടുന്നില്ല, എന്നാണെന്ന് അറിയില്ല. ആരും
ജോലിക്ക് പോകുന്നില്ലെന്നാണ് തോന്നുന്നത് മീൻ പിടിക്കാൻ കേട്ടോ. കുറച്ചുകൂടെ തേങ്ങ. ഇതെല്ലാം ലാസ്റ്റ് കഴുകണം പാത്രമില്ല. ഒറ്റയടിക്കാൻ കഴുകിയെടുക്കാമല്ലോ അപ്പോഴെപ്പോഴും കഴുകാതെ. ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് കഴിയട്ടെ കേട്ടോ. ദോശ ഉണ്ടാക്കി. എൻ്റെ അപ്പനെക്കുറിച്ച് ഞാൻ ഓർക്കാത്തൊരു ദിവസമില്ല, പറയാത്തൊരു ദിവസമില്ല. അതായത് എൻ്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ യേശുവായിരുന്നു എൻ്റെ കൂടെ. അറിയോ, സംസാരിക്കാറുണ്ട് കേട്ടോ എൻ്റെ യേശുവായിട്ട്. അടുക്കളയിൽ ഇരിക്കുമ്പോൾ സംസാരിക്കും, ഇതുപോലെ സംസാരിക്കും. പിന്നെ ഷോപ്പിലിരിക്കുമ്പോൾ സംസാരിക്കും, ഇതുപോലെ പറയും. ഞാൻ പ്രാർത്ഥിക്കാറില്ല, യേശുവായിൻ്റെ അടുത്ത് സംസാരിക്കുക ചെയ്യുന്നത്. ആ യേശുവായിക്ക് കൂടുതൽ ഇഷ്ടം സംസാരിക്കുന്നത്. നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കില്ല, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയില്ല. എന്ന് പറഞ്ഞതുപോലെ അവകാശത്തോടു കൂടി യേശുവായിട്ട് നിങ്ങൾ ചോദിക്കണം, അപ്പം നിങ്ങൾക്ക് തരും. പറഞ്ഞില്ലെങ്കിലും മക്കളുടെ കാര്യം അപ്പം നോക്കും, ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്തൊക്കെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം, നമുക്ക് വിശക്കുന്നു, നമുക്ക് വസ്ത്രം വേണം, ഇതൊക്കെ അറിഞ്ഞവർ ചെയ്യുന്ന കണ്ടില്ലേ. നമുക്ക് അറിവ് വരുന്നതിന് മുന്നേ എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ യേശുവായിക്ക് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. ഓരോ ദിവസം മക്കൾക്ക് എന്ത് വേണം, എന്ത് കൊടുക്കണം അവർക്ക് നാളത്തേക്കുള്ള ഇത് നമുക്ക് രാത്രിയിൽ നമുക്ക് ഉറക്കത്തിൽ യാമത്തിലാണ് നമുക്ക് തരുന്നത്, നാളത്തെ ആവശ്യങ്ങൾക്ക്. അറിയോ. അപ്പം യേശുവായിനെ നിങ്ങൾ സ്നേഹിക്കുക, മുറുകെ പിടിച്ചാൽ യേശുവ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എന്ത് സാധിക്കും. ഇന്ന് ഞാൻ ജീവിക്കുന്നതിൻ്റെ ഈ നിമിഷം വരെ എൻ്റെ യേശുവായിൻ്റെ അതായത് കരുതലുള്ളത് കൊണ്ടാണ്, യേശുവായിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഇത്രയും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് എൻ്റെ യേശുവ ഉള്ളതുകൊണ്ടാണ്, എന്നെ പരിപാലിക്കുന്നത് കൊണ്ടാണ്. പല രാത്രികളിലും ഉറങ്ങുമ്പോൾ വിചാരിക്കും ഒട്ടും വയ്യാതെ ആകും. മുമ്പൊക്കെയാണെങ്കിൽ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി വയ്യാണ്ടാകും. ആകുന്ന സമയത്ത് അപ്പോഴും ചിന്തിക്കും, രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ എങ്ങനെ സ്കൂളിൽ വിടും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തോ ഒരു ശക്തി വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് നേരെ അടുക്കളയിലോട്ട് കൊണ്ടുവരും. അതായത് പയർ പോലെയാണ് ഞാൻ വരുന്നത്, നടന്ന് ശക്തിയോടെ. പക്ഷെ രാത്രി അങ്ങനെയല്ല കിടക്കുന്നത്. എഴുന്നേൽക്കാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ രാത്രി കിടക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ശക്തി ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നതും നമ്മൾ ജോലി ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നമ്മളെപ്പോഴും ആ ശക്തിനെ എപ്പോഴും നമ്മൾ സ്നേഹിക്കുക, എപ്പോഴും അപ്പനെക്കുറിച്ച് ഓർക്കുക. അപ്പനോട് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറയാം. പിന്നെ ഞാനതിന് ഒരു സാക്ഷിയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, അപ്പനിൽ നിന്നും കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ സംസാരിക്കുന്നത്. ഇത്രയും പറയാനുണ്ട് നിങ്ങൾക്ക്, കുറച്ച് പറയാം. ഓക്കെ, ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് തികയില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് ഞാൻ പറയാം കേട്ടോ. ബീട്രൂട്ട് ഏകദേശം ആകാറായി. ഇതും കൂടെ കഴിഞ്ഞാൽ ജോലി തീർന്നു. ഇനി ഇതിനു മുമ്പേ സാധാരണ 8:30-9 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. അപ്പോൾ 10 മണി 10:30 ആകുമ്പോൾ ജോലി തീരുന്നതാണ്. പക്ഷേ ഇന്ന് ലേറ്റായിപ്പോയി. രാത്രി എപ്പോഴും ലേറ്റായാണ് കിടന്ന് ഉറങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരില്ല. കാരണം ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പോൾ വെളുപ്പം കാലമാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ ലേറ്റായി എഴുന്നേൽക്കും. അന്ന് അമ്മയുണ്ടായിരുന്നു, വന്ന് കാപ്പി കൊണ്ടുതരാം, ചായ കൊണ്ടുതരാനും 2-3 പ്രാവശ്യം കൊണ്ട് വച്ചിട്ട് തണുത്തിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട് എൻ്റെ അമ്മ. പിന്നെയും ചൂടാക്കി കൊണ്ടുവരും. കാരണം ലേറ്റായി കിടന്നിട്ട് ഉച്ചയ്ക്ക് 11-12 മണിക്കൊക്കെ ഞാൻ അമ്മ ഉള്ളപ്പോൾ എഴുന്നേൽക്കുന്നത്. അന്നൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആക്സിഡൻറ്റ് പറ്റിയത്. ഉപ്പൊക്കെ ഉണ്ട്, ഇട്ടത് പാകമായിരുന്നു. അപ്പം ഓഫ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്തത് ഇതൊക്കെ ഒന്ന് ഒഴുക്കുക. എന്തായിരുന്നാലും എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പം ഞാനൊരു ദോശ കഴിച്ചോട്ടെ. ദോശ എടുത്ത് ഒരു ദോശ മതി.
ചൂട് മീൻ കറിയും കൂട്ടി കഴിക്കാനൊരു കൊതി തോന്നി. അതുകൊണ്ട് അവനെ രാവിലെ ദോശ ഒരെണ്ണം കഴിക്കാമെന്ന് വെച്ചത്. എന്താ ചൂട് മീൻകറിയും ചൂട് ദോശയും കഴിക്കട്ടെ. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ഇതിനു മുമ്പേ കഴിച്ചിട്ടുണ്ടാവുമല്ലോ നേരത്തെ. ഓ അടിപൊളി കേട്ടോ, ചൂട് മീൻകറി, ആവി പറക്കുന്നു. മീൻ കൊള്ളാം. ആദ്യമായിട്ടാണ് കഴിക്കുന്ന ഈ മീൻ കേട്ടോ. നിങ്ങൾക്ക് ഈ മീനിൻ്റെ പേര് അറിയാമെങ്കിലേ കമൻറ്റ് ബോക്സിലാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എന്നാ പേര് പറയുന്നത് എനിക്കറിയില്ല. ഇവിടെ പറയുന്നത് എന്താ ചൂണ്ടുമുരലോ ചുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചല്ലോ മീൻ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക്. നീണ്ടിരിക്കുന്ന ചുണ്ട. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വാങ്ങിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞായിരുന്നു ടേസ്റ്റ് കാണുമെന്ന് പറഞ്ഞായിരുന്നു. മീൻ വറുത്തില്ല, ഇത് ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ചൂടോടെ വറുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. വാ എന്നാ ടേസ്റ്റാണ്. പുട്ട്, മീൻകറി, അപ്പം മീൻകറി, ദോശ മീൻകറി, നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ പുട്ടൊക്കെയാണെങ്കിൽ പഴം കൂട്ടി കഴിക്കാറില്ല. പഴം കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല. പുട്ടിന് കറി തന്നെ വേണം, എന്തെങ്കിലും കറി വേണം. മീൻ കറിയായാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ബീഫ് കറി. സൂപ്പർ കേട്ടോ. നല്ല പുളിയും എരിവും ഒക്കെ പാകത്തിനാണ്. ടൊമാറ്റോ ഇത്തിരി കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ഒരു ദോശയുടെ പകുതിയേ കഴിച്ചുള്ളൂ. എനിക്ക് ആഹാരം എനിക്കതാകത്തില്ല. ഇച്ചിരി ചോറെടുത്താലും അതിൻ്റെ പകുതിയേ കഴിക്കുള്ളൂ. അതിന് ഒത്തിരി ഭക്ഷണം വേണ്ട. പിന്നെ ഇത് വണ്ണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് എല്ലാവരെയും പോലെ നടക്കാൻ പറ്റില്ലല്ലോ. നടന്ന് ജോലി ചെയ്യുമ്പോഴല്ലേ ശരീരം വേർക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഈ ചെയറിലിരുന്നിട്ടല്ലേ എല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞു ഒത്തിരി വണ്ണം വെക്കണ്ട. എന്നുവെച്ചാൽ തൈറോയ്ഡുണ്ട്, അതിൻ്റെ വണ്ണമാണ്. ഇപ്പോൾ ഒരു 6 വർഷം കൊണ്ട് തൈറോയ്ഡുണ്ട്, അതിൻ്റെ വണ്ണമാണ്. അല്ലെങ്കിൽ ഞാൻ സ്ലിമ്മാണ്. പണ്ടേ ഞാൻ സ്ലിമ്മാണ്, അമ്മയെപ്പോലെയാണ് സ്ലിമ്മായിട്ടായിരിക്കുന്നത്. അതിൻ്റെ അമ്മ നല്ല സ്ലിമ്മാണ് കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. യേശുവ ഉള്ളതുപോലെ എൻ്റെ അമ്മയും ഉണ്ട് കേട്ടോ കൂടെ. കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പം ബായ്. എന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറന്നു പോകരുത്. ഓക്കെ, അപ്പം ഇനി അടുത്ത പ്രാവശ്യം ബാക്കി കാര്യങ്ങൾ പറയാം. തൽക്കാലം ഇത്രയും വെച്ച് ഞാൻ നിർത്തുക. ഓക്കെ, ബായ്.